ബീജിംഗ് ഷാങ്ഹായ് റൂട്ടിൽ 4.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്ന ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് ബീജിംഗ് സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഷാങ്ഹായ് ഹോങ്ചാവോ ട്രാൻസ്പോർട്ട് ഹബിലേക്കാണ് ഈ ട്രെയിൻ 9 മണിക്ക് പുറപ്പെടും. G5 ഏകദേശം ബോംബെ ടു ഡൽഹി അല്ലെങ്കിൽ കൊച്ചി ടു ബോംബെ ദൂരമാണ് ഈ ട്രെയിൻ 4.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുക. നല്ല ലഗേജ് സൗകര്യം, ഫ്ലൈറ്റിലെ പോലെ തന്നെയുള്ള സീറ്റും ഫുഡിൻ്റെ ട്രേയും പുഷ് ബാക്ക് സംവിധാനവും ഫ്ലൈറ്റിനേക്കാൾ വളരെയധികം ലെഗ് റൂമും പിന്നെ പവർ സോക്കറ്റ്. 9 മണിക്ക് പുറപ്പെടുന്ന വണ്ടിക്ക് 8:57 ഡോർ അടച്ചു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഓടിച്ചാടി പിടിച്ച് കയറാനൊന്നും പറ്റുകയില്ല. 2 മിനിറ്റ് നേരത്തെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ബീജിംഗ് റിംഗ് റോഡാണ് ഈ കടന്നു പോകുന്നത്. 350 കിലോമീറ്റർ വേഗതയിൽ വരെ പോകുമ്പോഴും നല്ല ക്യാബിൻ കംഫർട്ടാണ് ഈ ട്രെയിൻ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എതിരെ ഒരു ട്രെയിൻ വന്നിട്ടും ഈ താക്കോലിന് ഒന്നും സംഭവിച്ചിട്ടില്ല. 350 ക്രോസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ സ്വസ്ഥമായിട്ട് അവരെ ജോലികൾ വർക്ക് ചെയ്യാനും ഈ 4.5 മണിക്കൂർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ട്രെയിൻ റൂട്ടാണിത്. ബീജിംഗിൽ നിന്ന് ഷാങ്ഹായിലേക്ക് ഫ്ലൈറ്റിന് പോകണമെങ്കിൽ കോസ്റ്റ് ഏകദേശം ഒരുപോലെയാണ്, അല്ലെങ്കിൽ അല്പം കൂടുതലാണ്. ഈ ടിക്കറ്റിന് ബീജിംഗ് ടു ഷാങ്ഹായ് വരുന്നത് ഏകദേശം നമ്മൾ 6,000 രൂപയാണ്. ഫ്ലൈറ്റ് ആണെങ്കിൽ 6,000 മുതൽ 10,000 വരെയാണ് എക്കണോമി ക്ലാസ്സിൽ വരിക. പക്ഷേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 1 മണിക്കൂറിലധികം ബീജിംഗിലെ ക്യാപിറ്റൽ എയർപോർട്ട് അല്ലെങ്കിൽ ദാഷിംഗ് എയർപോർട്ടിലേക്ക് സിറ്റിയിൽ നിന്ന് യാത്ര ചെയ്യണം. പിന്നെ ചെക്ക് ഇൻ പ്രൊസീജിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ പോകും ചുരുങ്ങിയത്. ഫ്ലൈറ്റ് 2 മണിക്കൂറേ വരുള്ളൂ ഏകദേശം. അതുപോലെ ഷാങ്ഹായിൽ ഇറങ്ങിയാലും സിറ്റിയിൽ നിന്ന് 1 മണിക്കൂറിലപ്പുറം യാത്ര ചെയ്തിട്ട് വേണം എയർപോർട്ടിൽ നിന്ന്. അതുപോലെ ചെക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ലഗേജ് എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും. അത് മാത്രമല്ല ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോഴൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ സിറ്റിക്കകത്ത് തന്നെയാണ്. അപ്പോൾ സിറ്റി ടു സിറ്റി ട്രാൻസ്പോർട്ട് കിട്ടും. അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ ട്രെയിൻ യാത്ര നൽകുന്നുണ്ട്. ഇതേ റൂട്ടിൽ തന്നെ സ്ലോ സ്പീഡ് ട്രെയിനുകളും ഉണ്ട്. ലോ കോസ്റ്റ് ഓവർനൈറ്റ് രാത്രി 16 മണിക്കൂറൊക്കെ എടുത്തു പോകുന്ന ട്രെയിനുകളും ഉണ്ട്. 1300 കിലോമീറ്ററിലധികം വരുന്ന ഈ ഹൈ സ്പീഡ് റെയിൽ റൂട്ടിൻ്റെ 80% ഭൂമിയിൽ നിന്ന് ഉയർത്തി ഒരു വയാഡക്റ്റ് വഴിയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ പ്രധാന കാരണം വടക്ക് കിഴക്കൻ ചൈനയുടെ കൃഷിഭൂമികളിലൂടെയും നല്ല ജനസംഖ്യയുള്ള നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കൃഷിയെയും ജനവാസത്തെയും അവരുടെ സഞ്ചാരത്തെയും ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഈ രീതിയിൽ ഉയർത്തി പണിതിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ നല്ലൊരു മാതൃകയായിട്ട് തോന്നി. 2 വിൻഡോ പാനൽ ഉണ്ട് ഈ ട്രെയിനുകൾക്കൊക്കെ. പിന്നെ ഇത്രയും സ്പീഡിൽ പോകുമ്പം ഒന്ന് അതിൻ്റെ ക്യാബിൻ നോയ്സ് കുറക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു വിഷ്വൽ ഗിഡിനെസ് ഫീൽ ചെയ്യും. ഒരു പ്രയാസമുണ്ടോ അത്രയും സ്പീഡിൽ പോകും, അത് അറിയാതിരിക്കാനും കൂടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. 2000 കാലഘട്ടത്തിലാണ് ഇവർ ഹൈ സ്പീഡ് റെയിലിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. ജപ്പാനിലെ ഷിൻകാൻസൻ, യൂറോപ്പിലെ TGVയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് 2011 ഈ ഷാങ്ഹായ് ബീജിംഗ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഇന്ന് 20 കോടിയിലധികം പേര് ഒരു വർഷം യാത്ര ചെയ്യുന്ന ലാഭകരമായിട്ടുള്ളൊരു സെക്ടറാണിത്. 4.5 മണിക്കൂർ കൊണ്ടുള്ള ഈ ദൂരം കവർ ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് ഏകദേശം നമ്മുടെ ഇന്ത്യൻ മണി 6,000 രൂപ മുതൽ ബിസിനസ് ക്ലാസ്സിന് 20,000 രൂപ വരെ വരും. ഇത് ഫ്ലൈറ്റ് ചാർജിൽ നിന്നും അല്പം കുറവാണ്. അത് മാത്രമല്ല 4.5 മണിക്കൂർ വർക്ക് ചെയ്യാം, സ്വസ്ഥമായിരുന്ന് വിശ്രമിക്കാം, വളരെ കംഫർട്ടബിളാണ്.
മാത്രമല്ല സിറ്റി ടു സിറ്റി ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോവുകയും ചെക്ക് ഇൻ ചെക്ക് ഔട്ട് പ്രൊസീജിയേഴ്സും ടേക്ക് ഓഫ് ലാൻഡിങ് ഇങ്ങനെയുള്ള ടൈമൊന്നും നഷ്ടപ്പെടാതെ മുഴുവൻ സമയവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് വളരെ പോപ്പുലറായി മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു യാത്രാമാർഗ്ഗമായി മാറിയിരിക്കുകയാണിത്. 350 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിലാണിത് കൂടുതൽ സമയവും സഞ്ചരിക്കുന്നത്. ഇതിനകത്ത് 3 കോൺഫിഗറേഷൻ ഉണ്ട്. കൂടുതലും എക്കണോമി ക്ലാസ്, അതായത് 5 സീറ്റ് ഉണ്ടാവും അക്രോസ്, 3, 2 എന്നുള്ള രീതിയിൽ നടുക്ക് വഴി. പിന്നെ ഫസ്റ്റ് ക്ലാസ്, അതിൽ 2 കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. പിന്നെ ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ചും കൂടെ ഹയർ. ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൻ്റെ സീറ്റ് പോലെ ഫ്ലാറ്റ് ബെഡ് ആക്കാൻ പറ്റുന്ന രീതിയിൽ റിക്ലൈൻ ചെയ്യാവുന്ന ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. ബാത്റൂം സൗകര്യങ്ങൾ, ഹോട്ട് വാട്ടർ, അതുപോലെ സ്നാക്സ്, പിന്നെ നല്ലൊരു വെൽ സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള പാൻട്രി, ലഞ്ച്, മീൽസ് കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് ഡിവൈസ്, ചാർജിങ് പോർട്ടുകൾ, USB പോയിൻറ്റുകൾ, അതുപോലെ അത്യാവശ്യം നന്നായിട്ട് റിക്ലൈൻ ചെയ്യാം, നല്ല ലെഗ് റൂം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ HSR പ്രൊജക്റ്റ് 20,000-ഓളം കിലോമീറ്റർ ചൈനയിൽ ഉടനീളം ചെയ്യാന്നുള്ള ഒരു പ്രൊജക്റ്റുമായിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ പല സെക്ടറുകളും ശരിക്കും ഇപ്പം ലോസ് മേക്കിംഗ് ആണ്, നല്ല ലോസ് ഉണ്ടാക്കുന്ന സെക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഇവരിതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, $1 റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് നാടിന് അവിടുത്തെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നാടിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ $2 മുതൽ $3 വരെ അതിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നഷ്ടം ആണോ ലാഭമാണോ എന്നുള്ളത് മാത്രമല്ല അവർ നോക്കുന്നത്. രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടും റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്ക് തമ്മിൽ കണക്ട് ചെയ്യുക, അങ്ങോട്ടേക്ക് പിന്നെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, ഇങ്ങനെയുള്ള അജണ്ടകളോടും കൂടി ഇങ്ങനെയുള്ള അജണ്ടയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റ് ഇത്രയും വിപുലമായിട്ട്, ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയോടുകൂടി രാജ്യത്തുടനീളം കൊണ്ടുവന്നിട്ടുള്ളത്.